ഹലോ ഹായ്, ഞാൻ ഷേബ. എല്ലാ കൂട്ടുകാർക്കും ഷേബ റോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും ഒരു പൂച്ചെടിൻ്റെ വീഡിയോനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടിൻ്റെ പേര് മെയ് ഫ്ലവർ. അപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക പൊതുവേ മെയ് മാസത്തിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ മെയ് മാസമായപ്പം ഒരു മെയ് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, ഷെബുട്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞ മെയ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂ ഇപ്പം കുറേ കാലമായിട്ട് നമ്മൾ കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് തന്നെ ഏകദേശം കാണുന്നുണ്ട്. ഈ പൂവിനെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, മെയ് മാസം വരുമ്പോഴാണ്. മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ പെട്ടെന്ന് എവിടുന്നും ഇല്ലാതെ ഇതിങ്ങ് പൊങ്ങി തണ്ട് പൊങ്ങിയിട്ട് നിറയെ പൂവ് ഒരു പൂക്കൊലായിട്ടുണ്ട് പ്രത്യക്ഷപ്പെടും. അതായത് ഏറ്റവും രസകരമായ പ്രത്യേകത, ആദ്യം പൂവാണ് വരിക മിക്കവാറും കേസിൽ, എന്നിട്ടേ ഇലകൾ ഉള്ള രീതിയിലേക്ക് വരുള്ളൂ, ഇലയുള്ള തണ്ട് വരുള്ളൂ. ഇതിൽ നിങ്ങൾ കാണാം പൂവാണ് വളരെ സൈസായിട്ട് നിൽക്കുന്നു, അതിൻ്റെ അടിയിൽ പുതിയ പുതിയ തണ്ടുകളായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അതിന് താഴെ ഒരു ബൾബ് പോലൊരു സാധനമുണ്ട്, ഒരു കുടം പോലെ. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാണ്ഡം അല്ലെങ്കിൽ സ്റ്റെമ്മ്. ബാക്കി ഈ ഇലകൾ ചേർന്നിട്ട് ഒരു കപടമായിട്ടുള്ള സ്റ്റെമ്മ് അല്ലെങ്കിൽ ഒരു കാണ്ഡം വാഴക്കൊക്കെ ഉള്ളതുപോലെ, യഥാർത്ഥ കാണ്ഡം മണ്ണിൻ്റെ അടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇത് ശരിക്കും ഒരു ബൾബ് പോലെയാണ്, ഒരു കുടം പോലെയാണ്. അത് ഓരോ സൈഡിലുണ്ടായി വരുന്ന ചെറുതിനൊക്കെ അത് അങ്ങനെ ഉണ്ട്. മണ്ണിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ കുടങ്ങളുണ്ട്, അതിങ്ങനെ സൈസ് കൂടി കൂടി വരും. ഇതാണ് ഈ ചെടീൻ്റെ ഒരു പ്രത്യേകത. പൂക്കൾ അതിമനോഹരമാണ്, ഇത് കാണാം. അതിനകത്ത് ആക്ച്വലി 100 കണക്കിന് പൂക്കളുണ്ട്. കുറേ പൂക്കൾ ചേർന്നൊരു പൂക്കലാണ്. അമ്പൽ എന്നൊക്കെ പറയും സയൻറ്റിഫിക്കായി പറയുകയാണെങ്കിൽ, ആ ടൈപ്പ് ഓഫ് പൂക്കളൊക്കെ ഇൻഫ്ലോറസൻസ്. ഇതിനകത്ത് ഒരുപാട് പൂക്കളാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ചെടി വരുന്ന കുടുംബം അമരില്ലിഡേസി എന്ന കുടുംബമാണ്. അതായത് ഉള്ളിനോടൊക്കെ ബന്ധമുള്ള വിഭാഗം വരും. ഉള്ളി യഥാർത്ഥത്തിൽ ഇതിനൊരു കസിൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഏതായാലും നമുക്ക് അറിയാവുന്നത് ലില്ലി എന്ന് പറഞ്ഞാൽ കുറേ ഇനം മനോഹരമായ പൂക്കൾ ആണ് ഈ കുടുംബത്തിലുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത്. ലില്ലി ഭയങ്കര റെഡ്, ഓറഞ്ച് ഒക്കെ ആയിട്ട് ഒരുപാട് കളറുകൾ. പ്രധാനമായിട്ടും അതാണ് ഈ കുടുംബത്തിൽ നമ്മൾ കോമണായി കാണുന്നതും അറിയുന്നതും. ഏതായാലും അതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ പൂവ് നോക്കാം നമുക്ക്. ഒറ്റ പൂവിന് കുറേ അതിൻ്റെ ആൺഭാഗമാണ് ആ പൊടിയായിട്ടുള്ളത്. അടിയിൽ അതിൻ്റെ എതളുകൾ, ഇതിൻ്റെ നടുവിലൊരു പെൺഭാഗമുണ്ട്, പിന്നെ അടിയിൽ കളറുള്ള എതളുകൾ, പിന്നെ അതിൻ്റെ അടിയിൽ അതിൻ്റെ വിത്തായി വരാൻ പോകുന്ന പാർട്ട് ഒരു പച്ച നിറത്തിൽ കാണാൻ പറ്റും. ഇത് വളർന്നിട്ട് അതിന് പിന്നെ ആ താഴെ ആ പൂക്കുലയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു തണ്ടും കാണാം. ഇത് വളർന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മുന്തിരിൻ്റെയൊക്കെ സൈസുള്ള ഓറഞ്ച് നിറമുള്ള കുറേ കായ്കൾ ഇതിനകത്ത് ഉണ്ടായി വരികയാണ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പറയാം, സ്കാഡോക്സസ് മൾട്ടിഫ്ലോറസ്. പേര് മനോഹരമാണെങ്കിലും ഇതും സംഗതി വിഷച്ചെടി തന്നെയാണ്. കാണാൻ വളരെ ഭംഗിയുണ്ട്. വിഷം സ്വാഭാവികമായിട്ടും മറ്റ് ജീവികളെ ആക്രമിക്കാതിരിക്കാനാണ്. എന്തായാലും ഇതിൻ്റെ വിഷം എന്ന് പറഞ്ഞാൽ നീര് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. അതിനേക്കാൾ പ്രധാനം എന്ന് പറഞ്ഞാൽ പുല്ല് മേഞ്ഞ് നടക്കുന്ന മൃഗങ്ങൾ, പ്രത്യേകിച്ച് മാടൊക്കെ ഇത് കഴിച്ചു പോയാൽ ഏകദേശം മരണം വരെ സംഭവിക്കും. മരണം ഉറപ്പാണ്. അതിൻ്റെ അളവ് ഒരു 25 ഗ്രാമൊക്കെ ചെന്നാൽ തന്നെ ഒരു ആട് ചാവുമെന്നാണ് പറയാം. ഇലയിലും അതിൻ്റെ കിഴങ്ങിലും വിഷമുണ്ട്. ആൽക്കലോയിഡുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട വിഷങ്ങളാണ്. ഈ വിഷം മനുഷ്യനെ തട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ ആടൊക്കെ പെട്ടെന്ന് തന്നെ ചത്തു പോകുന്നതാണ്. ഇത് പിന്നെ സാധാരണ പുല്ലിൻ്റെ ഇടയിൽ വളർന്നു നിൽക്കുമ്പോൾ അറിയാണ്ടൊക്കെ ആടുകൾ കടിച്ചു പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒന്നും കിട്ടാനില്ലാത്ത സാഹചര്യം വരുമ്പോഴും അത് കടിച്ചേക്കാം. പ്രത്യേകിച്ചും ഇത് വളരുന്നത്, ഇത് സ്വന്തമായി ഇതിൻ്റെ നേറ്റീവായ പ്ലേസ്, അതായത് ഇതിൻ്റെ സ്വന്തമായ നാട് എന്ന് പറഞ്ഞത് ഉത്തര ആഫ്രിക്കയാണ്. അവിടുത്തെ സഹാറ മരുഭൂമിയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ ഉത്തരാഫ്രിക്ക. ആഫ്രിക്കൻ്റെ വടക്ക് ഭാഗത്തുള്ള ഈജിപ്തും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് നാടുകളുണ്ട്, മൊറോക്കോ, അതുപോലെ നൈജീരിയ, അതിൻ്റെ കൂടെ അറേബ്യ. ആഫ്രിക്കനോട് ചേർന്ന് കിടക്കുന്നതാണ് അറേബ്യ, സൗദി അറേബ്യ പോലുള്ള നാടുകളിലും ആണിത് ഏറ്റവും നാടനായിട്ട് വളരുന്നത്. അവിടുന്നാണ് ഇത് എല്ലാ ഭാഗത്തേക്കും എത്തിയത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിൻ്റെ അടിയിൽ ഇത് ഒരു ഔഷധിയാണ്. പക്ഷേ അത് സ്ഥിരമായി ഒരുപാട് കാലം മണ്ണിൻ്റെ അടിയിൽ ആ കാണ്ഡം കിടക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ വേനലിൽ മൂത്ത് കഴിഞ്ഞാൽ ഇത് വാടിപ്പോവും. അതായത് ഈ ബൾബ് പോലുള്ള ഭാഗം മണ്ണിൻ്റെ അടിയിൽ ഒരു ചിരഞ്ജീവിയെ പോലെ അവിടെ കിടക്കും.
അനുകൂലമായ സമയം, അതായത് മെയ്യിൽ ഇത് മുകളിലേക്ക് ഇതിൻ്റെ ഷൂട്ട് പൊങ്ങി പൂവിരിയും, വീണ്ടും ഇലകളുണ്ടായി മാക്സിമം അതിൻ്റെ ഭക്ഷണമൊക്കെ സ്റ്റോർ ചെയ്ത് റെഡിയായി. പിന്നെ അത് ഉണങ്ങി വീണ്ടും തണ്ടും എല്ലാം ഉണങ്ങി താഴെ പോവും. പൂവിൻ്റെ കൂടെ വിത്തുകൾ ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ച് നിറത്തിലുള്ള ചില കായകളുണ്ടാവും, അതും വീണ് അതിൻ്റെ വംശവർദ്ധനവ് നടത്താനുള്ള വിത്തുമാവും. ഈ രീതിയിലാണ് ഈ ചെടി. ഇതിന് ബ്ലഡ് ലില്ലി എന്നൊരു പേരുമുണ്ട്. തീർച്ചയായിട്ടും ഇതിലേറ്റവും രസകരമായ കാര്യം ഒന്നുള്ളത്, ഇതിൻ്റെ വിഷം മനുഷ്യന് ഉപയോഗിക്കുന്നത്, ഇത് അമ്പുകളുണ്ടല്ലോ, അമ്പിൻ്റെ അറ്റത്ത് ഇത് പുരട്ടിയിട്ട് വേട്ടാടാൻ ഉപയോഗിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ വന്യമായിട്ട് ട്രൈബൽ വർഗ്ഗങ്ങൾ, അതുപോലെ മത്സ്യങ്ങളെ പിടിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമ്പിൻ്റെ അറ്റത്ത് ഇത് വിഷമായിട്ട് പുരട്ടിയിട്ട് എയ്ത് ജീവികളെ അവർ പിന്നെ വേട്ടയാടുന്നുണ്ട്. അതിനാണത് ഉപയോഗിക്കുന്നത്. വിഷമായതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും മരുന്നിൻ്റെ രീതിയിലുള്ള ഉപയോഗം അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാലുണ്ടാവും. അതിന് കാരണം ഇതാണ് ഒരു വിഷമാണല്ലോ, ഒരു വിഷം വേറെ വിഷത്തിന് പ്രതിവിധി എന്നുള്ള നിലക്ക്. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചുള്ള ഇത് ഒരു വിഷകരവും നമ്മളെ മേഞ്ഞ് നടക്കുന്ന ആടിനെ പോലുള്ള ജീവികൾക്ക് അപകടമായ ചെടിയാണ്. അപ്പോൾ തന്നെ കുട്ടികൾ ഇതിൻ്റെ ഇല കൈകാര്യം ചെയ്യാതെ അതിന് നീര് മേല് പറ്റാതൊക്കെ നമ്മൾ നോക്കേണ്ടത് നിർബന്ധമാണ്. കാഴ്ചക്ക് ഭംഗിക്ക് വെക്കാം, ഒരു കാരണവശാലും കുട്ടികളെ വായിൽ തരുത്. കുട്ടികളെ കേസിലും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് തന്നെ എത്തിക്കണം. പിന്നെ നമ്മൾ ചർമ്മത്തിൽ തൊലിയിലൊക്കെ ഇല ഞെരടിയിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായി വാഷ് ചെയ്യുക. അതാണ് ഈ എളുപ്പമുള്ള പ്രതിവിധി. അത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. ദിസ് ഈസ് ഷേബ റോസ് ചാനൽ. ടേക്ക് കെയർ. താങ്ക് യു. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ.